ഞാനും എച്ചുമുക്കുട്ടിയെ പോലെ ജീവിതാനുഭവം വെച്ച് തുടങ്ങാം. അതിനിടയിൽ എനിക്ക് കിട്ടിയ പാഠങ്ങൾ, ജീവിത പാഠങ്ങളും പങ്കുവയ്ക്കാം. സ്ത്രീ എഴുത്തും പ്രതിരോധവും, ഞങ്ങളെ രണ്ടുപേരെയും വിളിക്കാൻ ഒരു വലിയ കാരണം ഞങ്ങളുടെ ആത്മകഥയായിരിക്കാം. എഴുത്തും പ്രതിരോധവും. ഒരു 33ഓളം വർഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 28 വർഷം പഠിപ്പിച്ച് മഠത്തിലായിരുന്ന ഞാൻ ഇറങ്ങിയ കഥയൊക്കെയും ആമേൻ എന്ന എൻ്റെ ആത്മകഥ ഇനി ഞാൻ എടുത്തു പറയണ്ട. അത് എഴുതാനുണ്ടായൊരു സാഹചര്യം, ഞാൻ മഠത്തിൽ നിന്ന് ഇറങ്ങി, പ്രിൻസിപ്പൽ പദവിയിൽ നിന്നും മഠത്തിൽ നിന്നുമായിട്ട് ഇറങ്ങിയപ്പോൾ പത്രത്തിൽ പള്ളിക്കാർ കൊടുത്ത വാചകം ഇങ്ങനെ ഒരു ക്യാപ്ഷനായിട്ട് ഇടുമല്ലോ, ഒരു കോളത്തിൻ്റെ ഉള്ളിൽ. അതിങ്ങനെയാണ്: മാനസിക രോഗം മൂലം സിസ്റ്റർ ജസ്മി പ്രിൻസിപ്പൽ പദവിയും മഠാംഗത്വവും ഉപേക്ഷിച്ച് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഇറങ്ങി. അപ്പം എനിക്ക് ചാർത്തി തന്ന ഒരു മുദ്രയാണ് ഭ്രാന്തി. മാനസിക രോഗം എന്നൊക്കെ നല്ല ഭാഷ. ഒരു ഭ്രാന്തിയെ ഇങ്ങനെ മുദ്ര കുത്തി പള്ളി, ഇത്ര വലിയ പള്ളി, ബിഷപ്പ്, ആർച്ച് ബിഷപ്പ്, കർദിനാൾ, മാർപ്പാപ്പയ്ക്കുള്ളൊരു പള്ളിയാണ് മുദ്ര കുത്തുന്നത്. അങ്ങനെ ഒരു ഭ്രാന്തിയായി മുദ്ര കുത്തപ്പെട്ട ഒരു സ്ത്രീക്ക് എവിടെയാണ് താമസ സൗകര്യം കിട്ടുക? ഭ്രാന്തിയാണ്. ജോലി ആര് തരും? സൗഹൃദം ആര് തരും? എല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. വേശ്യ എന്ന് വിളിച്ചിട്ടാണ് വിട്ടതെങ്കിൽ സമൂഹത്തിലെ ഒരു ഭാഗം വേശ്യകളെ സ്വീകരിക്കും. അപ്പോൾ കുറച്ച് താമസ സൗകര്യം എവിടെയെങ്കിലുമൊക്കെ കിട്ടും, സൗഹൃദമൊക്കെ കിട്ടാം. പക്ഷെ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഭ്രാന്തിയെയോ ഭ്രാന്തനെയോ സമൂഹത്തിലെ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണോ? അല്ല. എനിക്ക് മനസ്സിലായി, ഒരു പുരുഷനെയോ ഒരു സ്ത്രീക്കോ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷാമുദ്രയാണ് ഭ്രാന്തി അല്ലെങ്കിൽ ഭ്രാന്തൻ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഇത് ഇത്തിരി പാടാണ്. അപ്പോൾ എനിക്ക് പറയാൻ, എനിക്ക് ഭ്രാന്തില്ല എന്ന് ഞാൻ എങ്ങനെ പറയും? ഒരു മൈക്കെടുത്ത് ഒരു വണ്ടിയൊക്കെ വാടകയ്ക്കെടുത്ത് അനൗൺസ് ചെയ്തിട്ട് എനിക്ക് ഭ്രാന്തില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എന്നെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുവന്നാക്കും. അപ്പം ഇനി ഒരു വഴിയേ ഉള്ളൂ: എഴുതുക. ഇതാണ് എഴുത്തും പ്രതിരോധവും. എൻ്റെ ഏറ്റവും വലിയൊരു സൊല്യൂഷനായിരുന്നു എഴുതുക. ഡൽഹിയിൽ പോയപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു 20,000 രൂപയൊക്കെ തന്നിട്ടാണ് വിട്ടത് അവർ, അവിടുത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ അവിടുത്തെ അച്ഛൻ എൻ്റെ ഒരു കസിനും കൂടിയാണ്, ഫാദറാണ്, നല്ല മനുഷ്യനാണ്. അദ്ദേഹം വർക്കഹോളിക്കാണെന്ന് മാത്രം. അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു ലാപ്ടോപ്പാണ് ആ രൂപയ്ക്ക് വാങ്ങി തന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലാപ്ടോപ്പും കൊണ്ടാണ് ഞാൻ പുറത്ത് ചാടിയത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. മഠത്തിൽ നിന്ന് ശരിക്കും ഇറങ്ങുന്നവർക്ക് ഒന്നാമത് ഇറങ്ങാൻ പറ്റില്ല, അവർ പൂട്ടിയിടും, അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവന്നാക്കും, അല്ലെങ്കിൽ ആൾക്കാരെ നിയോഗിക്കും, ഇവൾ ആർക്ക് ഫോൺ ചെയ്യുന്നുണ്ടോ. അപ്പോൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന അനേകം സിസ്റ്റേഴ്സ് ഇപ്പോഴും അകത്തുണ്ട്. അവർ 2 കാരണങ്ങളും അല്ലെങ്കിൽ 3 കാരണങ്ങൾ കൊണ്ട്: 1, അവരെ വിടില്ല; 2, അവർ വന്നാൽ അവരുടെ ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്ക് എന്ത് സംഭവിക്കും; 3, അവർക്ക് ജീവിക്കാൻ പണം എവിടെ? ഇതൊക്കെ കാരണം ഒരുപാട് പേര് ഇപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ട്. എനിക്കറിയാവുന്ന സിസ്റ്റേഴ്സുണ്ട്. ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാലും അവർ പറയും, ഇറങ്ങാൻ ധൈര്യമില്ല ജസ്മി, ധൈര്യമില്ല. പിന്നെ എൻ്റെ അമ്മ അതോടുകൂടി മരിക്കും. പിന്നെ ജീവിക്കാൻ എത്ര കാലം എനിക്ക് പോറ്റാൻ പറ്റും? അവർക്ക് ജോലി കിട്ടാനും വിഷമമാണ്. മിക്കവാറും സ്ഥാപനങ്ങൾ പള്ളിക്കാരുടെയാണ്. അപ്പോൾ അവരൊന്നും ജോലിക്ക് എടുക്കില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഭ്രാന്തില്ല എന്ന് ജനത്തോട് പറയാൻ വേണ്ടി രഹസ്യമായി ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തതാണ് ആമേൻ. ഞാൻ അതിങ്ങനെ ടൈപ്പ് ചെയ്തു. ഇതാരും പ്രസിദ്ധീകരിക്കുന്നൊന്നും അറിയില്ല. ഒരു കുറച്ചൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ജേർണലിസ്റ്റ് വിളിച്ചുകൊണ്ടിരുന്നു. സിസ്റ്ററെ, അടുത്ത ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ ഇട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ നിർത്താൻ പോകണം മോനെ, ഞാൻ എന്തൊക്കെ ചവർ എഴുതുന്ന പോലെ, എഴുതുന്നതൊക്കെ ആത്മാർത്ഥമായി. എച്ചുമുക്കുട്ടി പറഞ്ഞ പോലെ സത്യം മാത്രമാണ്, ഒരു വാക്ക് പോലും അസത്യമില്ല. എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സത്യത്തിൻ്റെ വാക്കുകളായിരുന്നു വരുന്നത്. പക്ഷെ എനിക്ക് തോന്നി, ഇതൊക്കെ ആർക്കാണ് വായിക്കാൻ തോന്നുക? ഞാൻ പറഞ്ഞു, ഞാൻ നിർത്തുകയാണ് മോനെ. അപ്പം അവൻ പറഞ്ഞു, പറ്റില്ല, നിർത്തരുത്. എനിക്കൊരു ഓഷോയുടെ പുസ്തകം കൊണ്ടുവന്ന് തന്നു. അത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, ഓഷോയുടെ ഒക്കെ ഒരു ശൈലി, ഒരു തത്വചിന്ത, ഞാൻ എന്ത് ചവറായി എഴുതണേ. അപ്പോൾ അവൻ പറഞ്ഞൊരു വരിയുണ്ട്: സിസ്റ്ററെ, ഞങ്ങൾക്ക് ഒരു ഓഷോ മതി, ഇനി ഞങ്ങൾക്കൊരു സിസ്റ്റർ ജസ്മിയെ വേണം, ഒരു എഴുത്തുകാരിയായ സിസ്റ്റർ ജസ്മിയെ.
അപ്പോൾ അവൻ്റെ ഒരു പ്രചോദനം എനിക്ക് ഗുണം ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ എഴുതി അവസാനിപ്പിച്ചു. ഇതിൻ്റെ ഇടയിൽ ചിലരൊക്കെ ഞാൻ അവരെക്കുറിച്ച് എഴുതുമെന്ന് പേടിച്ചിട്ട് എൻ്റെ ബുക്ക് കിട്ടാനുള്ള വഴികളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ആർക്കും തരില്ല. DC രവിക്കാണ് നേരെ അയച്ചു കൊടുത്തത്. DC രവിയോട് വിളിച്ചു പറഞ്ഞു ആര് ചോദിച്ചാലും ഇതിൻ്റെ പകർപ്പോ ഒന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഇത് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയത്. അപ്പം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടല്ലേ DCക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്നോട് ട്രാൻസ്ലേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു ട്രോമയിലൂടെ ഞാൻ കടന്നു പോയതാണ്. അപ്പോൾ വീണ്ടും ഒരു ട്രോമയിലൂടെ അത് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ കടന്നു പോകാനുള്ള ആത്മശക്തി ആ സമയത്ത് ഉണ്ടായില്ല. എൻ്റെ മുഖമൊക്കെ വാടി. ഞാൻ താമസിക്കുന്ന ഉഷാകുമാരി എന്ന ഒരു ഇപ്പം ടീച്ചറാണ്, വലിയ എഴുത്തുകാരിയാണ്. അവളുടെ കൂടെ അവളുടെ വീട്ടിൽ, അവളുടെ വാടക വീട്ടിൽ ഞാൻ താമസിക്കുകയാണ്. അവിടെ ബാബു എന്ന് പറഞ്ഞ് അവളുടെ ഭർത്താവും ഉണ്ട്. അപ്പോൾ ബാബു എന്നെ നോക്കിയിട്ട് പറഞ്ഞു, സിസ്റ്ററിൻ്റെ സ്മാർട്ട്നെസ്സൊക്കെ പോയല്ലോ, ഇന്നെന്താ ഒരു മ്ലാനത. ഞാൻ പറഞ്ഞു എടാ ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അടുത്ത കർമ്മം കൂടി ഞാൻ ചെയ്യണം. വേണ്ട DCക്ക് വിളിച്ചു പറയൂ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ കൊടുത്തത് എച്ച്മക്കുട്ടിയുടെ ഒരു കഥാപാത്രം, അതായത് VG തമ്പിയുടെ ഭാര്യയ്ക്കാണ് ഇത് എഴുതാൻ കൊടുത്തത്, റോസി തമ്പി. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തത്. ആ പുസ്തകം പുറത്തിറങ്ങില്ലായിരുന്നു. 1 മാസമായിട്ട് അവളത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല, കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആദ്യത്തെ ചാപ്റ്ററാണ്. അതിൽ എൻ്റെ വലിയ അപകടങ്ങളൊന്നും ആദ്യത്തെ ചാപ്റ്ററിലില്ല. അതുകൊണ്ട് അത് ബിഷപ്പുമാരെയൊക്കെ കാണിച്ചാൽ ആമേൻ പുറത്തിറങ്ങില്ല. അത് നമുക്കറിയാവുന്ന വ്യക്തിയാണ്. അവളാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞത് സിവിക് ചന്ദ്രനാണ്. ഞാൻ അപ്പം തന്നെ DC-യിലെ ശ്രീകുമാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീകുമാർ എന്ത് പണിയായി കാണിച്ചിരിക്കുന്നത്? ആ സ്ത്രീയെപ്പറ്റി അറിയില്ലേ? 2 വഞ്ചിയിൽ കാലിട്ട് പോകുന്ന ബിഷപ്പിനെയും പ്രീതിപ്പെടുത്തും, നാട്ടുകാരെയും പ്രീതിപ്പെടുത്തും. ആ ആളുടെ കയ്യിലാണോ എൻ്റെ ആത്മകഥ കൊടുത്തത്? അതെന്തെങ്കിലും വെളിച്ചം കാണോ? ഭാഗ്യത്തിനൊരു ചാപ്റ്ററേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് തിരിച്ചു മേടിച്ചു. സിസ്റ്റർക്ക് അതൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ള ഭംഗിവാക്ക് പറഞ്ഞാണ് അവർ തിരിച്ചു വാങ്ങിയത്. അതിനുശേഷം പിന്നെ അഡ്വക്കേറ്റ് ആശയാണ്, അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ലേഷൻ നടത്തുന്നത്. അവളാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പക്ഷേ അതിലൊക്കെ ഞാൻ എൻ്റേതാക്കി മാറ്റി. ഒരു റെഡിങ് കൊണ്ട് ഒരു ടീച്ചറെ പോലെ കോമ്പസിഷൻ നോക്കുന്നത് പോലെ ഒബ്ജക്റ്റീവായിട്ട് ഞാനിരുന്ന് അവൾ എഴുതിയ എല്ലാ വരികളും വെട്ടി മാറ്റി റെഡിങ് കൊണ്ട് എഴുതി. അവൾക്ക് പിണക്കായി. ഞാൻ പറഞ്ഞു മോളെ നീ പറയുന്ന ശൈലിയിലല്ല എൻ്റെ വൈസ് പ്രിൻസിപ്പൽ സംസാരിക്കുക, എൻ്റെ പ്രൊവിൻഷ്യാളും സംസാരിക്കുക. അതിൻ്റെ ഉള്ളിലെ കഥകൾ അവർക്ക് അറിയില്ലല്ലോ. ആ വരികൾ പോലും എല്ലാം ഞാൻ തിരുത്തി പറയുമ്പോൾ അതെൻ്റെ ട്രാൻസ്ലേഷൻ തന്നെയാണ്. പക്ഷെ ഒരു ടീച്ചറെ പോലെ ഇരുന്നപ്പോൾ ഞാൻ ഒബ്ജക്റ്റീവായിട്ട് എനിക്കത് എഴുതാൻ പറ്റി. അപ്പോൾ എനിക്ക് ഭ്രാന്തില്ല എന്ന് പറയാനും, രണ്ടാമത് എനിക്ക് സഭയിലെ കുറച്ച് പുഴുക്കുത്തുകൾ പുറത്ത് വരണം. ആർക്കും അറിയുന്നില്ല. ഒരുപാട് സിസ്റ്റേഴ്സും ഒരുപാട് അച്ഛന്മാരും പുറത്തിറങ്ങി. പക്ഷെ അവരാരും സഭയ്ക്കെതിരെ സംസാരിക്കില്ല, അവരുടെ പുണ്യം കൊണ്ടാണ്. പക്ഷെ എനിക്ക് അത് പറ്റില്ല. ഒന്നാമത് എനിക്ക് ഭ്രാന്തില്ല എന്ന് സ്ഥാപിക്കണം. രണ്ടാമത് എനിക്ക് ദൈവം എനിക്ക് ചെയ്തു തന്ന വലിയ വലിയ അനുഗ്രഹങ്ങളുടെ കാര്യം ജനത്തോട് പറയണം. അതിനും ഞാൻ അത് ഉപയോഗിച്ചു. പിന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞത് ഈ ആത്മകഥ എഴുതിയത് വഴി മഠത്തിൻ്റെ ഒരു ജനലയെങ്കിലും തുറന്ന് അതിലേക്ക് വെളിച്ചം വന്നാൽ ആ മൂലയിലുള്ള അഴുക്കെങ്കിലും കണ്ട് അവിടുത്തെ സിസ്റ്റേഴ്സും ആളുകളും അതും അടിച്ചു വാരി വൃത്തിയാക്കിയാൽ അത്രയെങ്കിലും ആയല്ലോ. പിന്നീടും ഞാൻ പറഞ്ഞത് വേറൊരു സിസ്റ്റർക്ക് ഇനി ഈ മാനസിക രോഗ ചികിത്സയ്ക്കുള്ള മരുന്ന് അല്ലെങ്കിൽ വിഷം കൊടുക്കാൻ തുനിയുമ്പോൾ കയ്യൊന്ന് വിറയ്ക്കെങ്കിലും ചെയ്യുമല്ലോ എന്നുമായിരുന്നു ഞാൻ വേറെ ഒരു ഇതൊക്കെയായിരുന്നു എൻ്റെ ഉദ്ദേശങ്ങൾ. ഞാൻ എൻ്റെ ബാച്ചിൽ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ബാച്ചിലുള്ള ഒരു സിസ്റ്ററോട് ചോദിച്ചു, പ്രവിൻഷ്യാളും നിന്നോട് എനിക്ക് വിഷം കലക്കി തരാൻ പറഞ്ഞാൽ നീ സിസ്റ്റർ ചെയ്യുമോ? അവൾ പറഞ്ഞു ഞാൻ ചെയ്യും, കരഞ്ഞിട്ട് ഞാൻ ചെയ്യും. പക്ഷെ അനുസരണവ്രതമല്ലേ, ചെയ്യാണ്ട് പറ്റുമോ? അപ്പോൾ അങ്ങനെ അനുസരണവ്രതം, അന്ധമായ അനുസരണവ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഒരല്പമെങ്കിലും ചിന്തിക്കാൻ ആമേൻ ഉപയുക്തമായെങ്കിൽ എന്ന് ഉദ്ദേശമുണ്ടായിരുന്നു. ആമേൻ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ടായി. ഇന്ന് 28ാം റീപ്രിൻറ്റിൽ വന്ന് നിൽക്കുന്നു. ഒരുപാട് പേര് ആമേൻ വായിച്ച് സിസ്റ്റർ ആകാൻ പോയിട്ട് തിരിച്ചു വന്നവർ എന്നെ കാണാൻ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉപകാരം കുറേ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ജനറലി സ്ത്രീക്ക് എഴുതാൻ സ്വാതന്ത്ര്യമില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കുകയാണ്. അവരൊന്നുകിൽ തീരെ പറ്റാതെ വന്നാൽ അവർ കവിതകൾ എഴുതും,
കഥകൾ എഴുതും, നോവൽ എഴുതും. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു വന്ന് ഡയറി റൈറ്റിംഗ് ആയിട്ട് എങ്കിലും എഴുതും. കാരണം തുറന്നെഴുതാൻ ധൈര്യമില്ല. ഒരു പ്രണയം എഴുതണമെങ്കിൽ അവർക്ക് പേടിയാണ്, സാധാരണ ജനറലി സ്ത്രീകൾക്ക്. അപ്പോൾ അവരത് ഒരു കഥയാക്കി എഴുതും, അല്ലെങ്കിൽ ഒരു കവിതയാക്കി എഴുതും. ഈ ബാമ ഫൗസ്തീനിയ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലുള്ള ഒരു ആദിവാസി പെൺകുട്ടി ടീച്ചറായി. അവൾ ടീച്ചറായിരിക്കുമ്പോൾ അവൾ കണ്ടു ആദിവാസികളെ ഈ കന്യാസ്ത്രീകൾ തന്നെ പീഡിപ്പിക്കുന്നത്. അപ്പോൾ അവൾക്ക് തോന്നി, എന്നാൽ ഞാനൊരു ടീച്ചറല്ലേ, ഒരു സിസ്റ്ററായാൽ എനിക്ക് ഈ ആദിവാസി പെൺകുട്ടികളെ രക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ച് അവളൊരു സിസ്റ്ററായി. അവൾ ഫൗസ്തീനിയ എന്ന് പേരെടുത്ത്, ബാമ എന്ന് പറഞ്ഞ ആദിവാസി പെൺകുട്ടി ഫൗസ്തീനിയ എന്നുള്ള പേരെടുത്ത് അവൾ സിസ്റ്ററായി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒട്ടും ഈ കുട്ടികളെ സഹായിക്കാൻ പറ്റിയില്ല. അനുസരണവ്രതം, മദർ കൽപ്പിച്ചാൽ പിന്നെ ആ കുട്ടികളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇവളുടെ കന്യാസ്ത്രീ ആവല് വ്യർത്ഥമാണെന്ന് മനസ്സിലായിട്ട് അവൾ തമിഴിൽ എഴുതിയ ബുക്കാണ് കരുക്ക് എന്നുള്ള അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ DC ചെയ്തിട്ടുണ്ട്, പനമുള്ള്. അപ്പോൾ എൻ്റെ തമിഴ് ബുക്ക് ആമീൻ പ്രകാശിപ്പിക്കാൻ അവിടെ ചെന്നപ്പോൾ സക്കറിയ പറഞ്ഞു, ആദ്യമായിട്ട് ഒരു കന്യാസ്ത്രീ ആത്മകഥ എഴുതാൻ ധൈര്യം കാണിച്ചത് ബാമയാണ്. അപ്പം ഞാൻ എൻ്റെ പ്രസംഗത്തിൽ തിരുത്തി, അത് ആത്മകഥയല്ല, അത് നോവലാണ്. ആത്മകഥ എഴുതാൻ അതിനേക്കാൾ ധൈര്യം വേണം. നോവൽ നമുക്ക് എഴുതാം, ഭാവനയാന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷെ ആത്മകഥ എഴുതിയത് ഞാൻ തന്നെയാണ് എന്നെനിക്ക് മാറ്റി പറയേണ്ടി വന്നു. അത് ഞാൻ പറഞ്ഞത്, അത് എഴുതാൻ പറ്റുന്നില്ല. ഒരു ആത്മകഥ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ത്രീയുടെ അനുഭവം എന്താണെന്നറിയോ, ഒരു പലഹാരവണ്ടി പോണ പോലെയാണ്. പലഹാരവണ്ടി കണ്ടിട്ടില്ലേ? അതിൻ്റെ ഉള്ളിലുള്ള പലഹാരങ്ങൾ ഏതൊക്കെ ഷേപ്പ് എങ്ങനെയാണെന്നൊക്കെ ജനം നോക്കി കാണുകയാണ്. അപ്പം ഞാൻ നടന്നു പോകുമ്പോൾ ആമേൻ എഴുതിയതിന് ശേഷം എന്നെ നോക്കുന്നവർ എന്നെ ഒരു പലഹാരവണ്ടി പോലെ കാണുകയാണ്. ഇവളിതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇവള് ബാംഗ്ലൂർ പോയിട്ടുള്ള പ്രശ്നം, ഇവള് മറ്റേ സിസ്റ്ററിൻ്റെ കൂടെ കിടന്ന പ്രശ്നം, രണ്ടും ഉണ്ടല്ലോ, ഹോമോയും ഹെട്രോയും ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ, ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. കാരണം അഭയ കേസ് വന്നപ്പോൾ പറഞ്ഞു, അങ്ങനെ കന്യാസ്ത്രീ അച്ഛനും അങ്ങനെ ഒരു ഹെട്രോസെക്ഷുവാലിറ്റി മഠത്തിലില്ല എന്ന് പറഞ്ഞ് അവർ വാദിക്കുകയായിരുന്നല്ലോ വർഷങ്ങളോളം. അതുപോലെ ഒരു സിസ്റ്റർ ആത്മഹത്യ ചെയ്തു മഠത്തിനകത്ത്. കാരണം പറഞ്ഞത് മദർ ചെന്ന് രാത്രിയാകുമ്പോൾ അവൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെസ്ബിയൻ റിലേഷൻഷിപ്പ്. അപ്പോഴാണ് TV-യിലൂടെ ഒരു വയസ്സായ അച്ഛൻ പറഞ്ഞു, പിന്നെ ആ മദറിനെ എന്തിൻ്റെ കേടാ ആ പെൺകുട്ടിയുടെ അടുത്ത് ശരീരം ഉപയോഗിക്കാൻ ചെല്ലേണ്ട കാര്യം എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഡൽഹിയിൽ വെച്ച് TV-യിലൂടെ ഞാനിത് കേൾക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞു, എനിക്കുണ്ടായിട്ടുണ്ട്, ഒരു സിസ്റ്ററിൽ നിന്നുള്ള മോശമായ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി അതും എഴുതണം. കാരണം ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഒന്നാമതേ ദൈവം ഇല്ലാതെ, ദൈവം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആത്മീയതയൊന്നുമില്ല. ഒരു ഭർത്താവിന് ഒരു 100 ഭാര്യമാരുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ 100 ഭാര്യമാർ തമ്മിലൊന്നും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അവരൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കും. ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീടിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. 100 ഭാര്യമാർ അവരുടെ കുട്ടികളും കൂടി ഒരു മേൽക്കൂരയ്ക്ക് കീഴെ ജീവിക്കുന്നത് അതായി തീർന്നിരിക്കുകയാണ് മിക്കവാറും മഠങ്ങളും. കാരണം ദൈവം അവരുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയി, ദൈവം പോലും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കറേജ്, ധൈര്യം വേണം. അത്തരം സ്ത്രീകളുടെ കയ്യിലെ പടവാളായി മാറുകയാണ് തൂലിക, എഴുത്ത്. ഝാൻസി റാണി പടവാളെടുത്ത് ഇറങ്ങിയെങ്കിൽ, കുതിരപ്പുറത്ത് കയറി പടവാളുമായി ഇറങ്ങിയെങ്കിൽ, ഞങ്ങളെപ്പോലെ കുറേ പേരൊക്കെ തൂലിക എടുത്തിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുക. ആ എഴുത്തുകാരി എന്നുള്ളൊരു ബലം കൊണ്ട് മാത്രം, അക്ഷരത്തിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ പറ്റിയത്. ഭാഗ്യത്തിന് DC ബുക്സ്, DC രവി ഞാൻ അത് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കടന്നു വന്നൊരു പബ്ലിഷർ ആയതുകൊണ്ട്, വേറെ മാതൃഭൂമിയാണ് 2ാമത്തെ ബുക്ക് ചോദിച്ചത്. അപ്പം ഞാൻ DC-യോട് ചോദിച്ചപ്പോൾ DC രവി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 2ാമത്തെയും നമ്മൾ ചെയ്യും. അപ്പം മാതൃഭൂമി അപ്പം തന്നെ ചോദിക്കാൻ 3ാമത്തെ ബുക്ക് തരുമോയെന്ന്. എൻ്റെ കുട്ടികൾ ജനിച്ചിട്ടില്ല കേട്ടോ, അതിന് മുൻപാണ്. 3ാമത്തെ ബുക്ക് തരുമോ? അപ്പം ഞാൻ വേഗം ശ്രീകുമാറിനോട് പറഞ്ഞു, അവർ 3ാമത്തെ ബുക്ക് ചോദിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ DC രവി വിളിച്ചിട്ട് പറഞ്ഞു, 3ാമത്തെയും നമ്മൾ ചെയ്യും, സിസ്റ്റർ എന്തിനാണ് സംശയിക്കണേ? അവർ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. 9ാമത്തെ വരെ അവർ ചെയ്തു. പക്ഷേ വേറെ പ്രസാധകരൊക്കെ എന്നോട് പിണങ്ങി. മാതൃഭൂമി അന്ന് തുടങ്ങി എന്നോട് പിണക്കത്തിലാണ്. എന്നെ ഒന്നിനും വിളിക്കില്ല, ഞാൻ അയച്ചാലും ലേഖനം പ്രസിദ്ധീകരിക്കില്ല, വേണ്ട.
അപ്പോൾ DC ഇങ്ങനെ ഒരു അപ്പൻ സ്വീകരിച്ചല്ലോ, പിന്നെ എല്ലാവരും സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വേറെ ഒരു പബ്ലിഷിങ്ങും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്ത്രീകളോട് കാണുമ്പോൾ പറയുന്നതാണ്, നമ്മൾ മറ്റ് സൊസൈറ്റി നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ, ആ തൊപ്പി നമുക്ക് പാകാവുന്നില്ലെങ്കിൽ നമ്മൾ ആ തൊപ്പി ധരിക്കേണ്ട, തല താഴ്ത്തരുത്. എന്നെ ആദ്യം വിളിച്ചത് ഭ്രാന്തിന്ന്, ആമേൻ ഇറങ്ങിയപ്പോൾ ബാംഗ്ലൂർ ഇവൻ്റ് കണ്ട് എന്നെ വേശ്യാന്ന് വിളിച്ചു. അച്ഛൻ പുണ്യവാനാണ് കേട്ടോ, അച്ഛനാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതെങ്കിലും വേറെ അസാധ്യമായിട്ടൊന്നും ചെയ്തില്ല, നേക്കഡ്നെസ് മാത്രം, വേറെ ഒന്നും ധൈര്യമില്ല അച്ഛന്, പാവം, ഇത്തിരി വയസ്സായതുമാണ്. അപ്പോൾ അച്ഛൻ വിശുദ്ധൻ, ഞാൻ വേശ്യ. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഭ്രാന്തി പേര് കിട്ടി, പിന്നെ വേശ്യപ്പേര് കിട്ടി. പിന്നെ സത്യദീപത്തിലൊരു സിസ്റ്റർ എഴുതി, ഇത് ലേഡി ജൂഡസ്, യൂദാസ് സ്ത്രീ രൂപത്തിൽ പിറന്നിരിക്കുന്നു. ഞാൻ ഈശോയെ ഒറ്റിക്കൊടുത്ത ലേഡി ജൂഡസ്. പിന്നെ എന്നെ സൂര്യകൃഷ്ണമൂർത്തി ടോക്ക് ഷോയിലേക്ക് വിളിച്ചപ്പോൾ ഒരു സെമിനാരിക്കാരൻ എനിക്ക് നിന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിക്കുക ഫോളൻ ഏഞ്ചൽ എന്നാണ്. ഫോളൻ ഏഞ്ചൽ എന്ന് വെച്ചാൽ ആ പിശാചാണ്, ഭംഗി വാക്കിലാണ് അവരൊക്കെ പറയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല കാര്യം, ഈ പേര് ഇതുവരെ കിട്ടിയിട്ടുണ്ടായില്ല. സോ ഐ ആം എ ഫോളൻ ഏഞ്ചൽ. അപ്പോൾ ഇതൊക്കെ വിളിച്ചാലും ഇതൊന്നും എനിക്ക് അർഹതപ്പെട്ട പേരുകളല്ല. അതുകൊണ്ട് ഞാനത് ആ തൊപ്പി എൻ്റെ തലയിൽ വെച്ചില്ല, ഞാൻ തല താഴ്ത്താതെ നടന്നു. ഇപ്പം അവർക്ക് വിളിക്കാൻ പേര് കിട്ടുന്നില്ല, ഇനി ഇതിനപ്പുറം എന്താ വിളിക്കാമെന്ന് അവർക്ക് അറിയുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ജയിക്കേണ്ടത്. എല്ലാ സ്ത്രീകളോടും ധൈര്യത്തോടെ മുന്നോട്ട് വരുന്ന, പ്രത്യേകിച്ച് വരണം എന്ന് ഞാൻ പറയുന്നു, വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സൊസൈറ്റി ചാർത്തി തരുന്ന പേരുകൾ നിങ്ങൾക്ക് യോജിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പശ്ചാത്തപിക്കാം, അവിടെ ഒന്ന് തിരുത്താം. അല്ലെങ്കിൽ എന്ത് പേര് നിങ്ങൾക്ക് തന്നാലും നിങ്ങളത് സ്വീകരിക്കേണ്ട, നിങ്ങൾ തള്ളിക്കളയുക, നിങ്ങൾ തല ഉയർത്തി തന്നെ നടക്കുക. ഇതാണ് ഈ ആൽബർട്ട് കാമ്യൂ മിത്ത് ഓഫ് സിസിഫസ്, നമ്മൾ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു വേർഷനാണ് മിത്ത് ഓഫ് സിസിഫസ്. അദ്ദേഹത്തോട് ദൈവം കൽപ്പിച്ചു, പാറ ഉരുട്ടി മോളിൽ കൊണ്ടുപോയിട്ട് താഴെ ഇടണം, വീണ്ടും പാറ ഉരുട്ടി മോളിൽ കൊണ്ടുപോയിട്ട് താഴെ കൊണ്ടുവരണം. അതിന് വേറെ ഫിലോസോഫിക്കൽ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഡെയിലി ചെയ്യുന്നത്, കാലത്ത് പല്ലേച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ജോലിക്ക് പോയി, അവിടുത്തെ കഴിഞ്ഞു, തിരിച്ചു വന്നു, വീണ്ടും കുളിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് തന്നെയാണ് റുട്ടീൻ. അങ്ങനത്തെ മടുക്കുന്ന റുട്ടീൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ അതിന് കുറേ ഫിലോസോഫിക്കൽ അർത്ഥങ്ങൾ, എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയുടെ കാര്യമൊക്കെ ആയിട്ടാണ് പറഞ്ഞത്. പക്ഷേ കാമൂന് അവസാന കാലത്ത് എന്തൊക്കെയോ ഒരു ഇരുത്തം വന്നു, ഒരു മാനസാന്തരം വന്നു. അദ്ദേഹം അതിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്, ആക്സെപ്റ്റ് എവറിത്തിങ് വിത്ത് ഡിഗ്നിറ്റി. ഡിഗ്നിറ്റിയോടുകൂടി, കുലീനത്വത്തോടുകൂടി നിങ്ങൾ വരുന്നതെല്ലാം സ്വീകരിക്കുക, വരുന്നതെല്ലാം സ്വീകരിക്കുക. ഇയാളെന്താ ചെയ്തത്, ഉരുട്ടി മോളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ താഴേക്ക് പാറ ഇടുമ്പോൾ ആ കാഴ്ച മനോഹരമാണ്. പാറ ഉരുണ്ട് വരുന്ന കാഴ്ചയും ആ ശബ്ദവും. ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ആ പൊട്ടിച്ചിരിക്കുന്നത് ആര് കേട്ടു? ഈ ദൈവങ്ങൾ മുകളിലാണെന്നാണല്ലോ നമ്മൾ വിശ്വാസം. പണിഷ്മെൻ്റ് കൊടുത്ത ദൈവം അത് കേട്ടു. അപ്പോൾ ആരാ തോറ്റേ? ദൈവം തോറ്റു. ദ പണിഷ്മെൻറ്റ് ഗിവർ ഈസ് പണിഷ്ഡ്. പണിഷ്മെൻറ്റ് കൊടുത്ത ദൈവം തോറ്റു. ചില കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പുറത്താക്കുമ്പോൾ അവർ പുറത്ത് നിന്ന് ഡാൻസ് കളിക്കും, പരസ്പരം തമാശ പറഞ്ഞ് കളിക്കും. അപ്പോൾ അവർ ടീച്ചറെ തോൽപ്പിക്കുക. അവരെൻജോയ് ചെയ്യുന്നത് പുറത്താണ്, ക്ലാസ്സിൻ്റെ അകത്തല്ല. ഞാൻ കേട്ടിട്ടുണ്ട് TTCയിലെ ടീച്ചർമാരെ ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെയും മുകളിൽ കയറ്റും പണിഷ്മെൻ്റായിട്ട്. അപ്പോൾ അവർ മുകളിൽ കയറി നിന്ന് ഫാൻ ഓഫ് ചെയ്തതാണെങ്കിൽ അത് തിരിക്കൽ, പിന്നെ മുകളിൽ, അങ്ങനെ കുറേ അവർ എൻജോയ് ചെയ്യും ആ ഡെസ്കുമ കയറി നിന്നിട്ടും. ദ പണിഷ്മെൻറ്റ് ഗിവർ ഈസ് പണിഷ്ഡ്. അപ്പോൾ അങ്ങനെ ഒരു വഴി. പിന്നെ ഈ സിസിഫസ് പറയുന്നത്, എൻ്റെ മാംസപേശികൾക്കൊക്കെ ബലം വെച്ചു, പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. പെച്ചുമുക്കുട്ടിയും അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ള പലരും, ഞാനടക്കം, ഞങ്ങളൊക്കെ എൻജോയ് ചെയ്യുകയാണ്. സ്വാതന്ത്ര്യം, 101% സ്വാതന്ത്ര്യം. ഞാൻ പറയാണ്, ഒരു സ്ത്രീക്ക്, ലോകത്തിലെ സ്ത്രീകൾ ഏറ്റവും ഭാഗ്യവതി ഞാനാണെന്ന് പറയും. കാരണം എനിക്ക് കിട്ടിയ അത്ര സ്വാതന്ത്ര്യം ഈ ഭൂമിയിൽ മറ്റൊരു സ്ത്രീക്കും കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കൊരു സർക്കാർ തരുന്നൊരു പെൻഷനുണ്ട്. പള്ളിയിൽ നിന്ന് 1 രൂപ തന്നില്ല, കോളേജിൽ നിന്ന് 1 രൂപ പോലും തന്നില്ല.
എൻ്റെ വീട്ടിൽ നിന്നും 1 രൂപ പോലും തന്നില്ല. അപ്പം എനിക്ക് കടപ്പാടുകളൊന്നുമില്ല. തരുന്നത് സർക്കാരാണ്. അപ്പോൾ സർക്കാരിനോട് കടപ്പാടുണ്ട്. പെൻഷനാണ്, അതുകൊണ്ടാണ് ജീവിക്കുന്നത്. അതിൽ PF ഇല്ല, കാരണം അത് ഞങ്ങൾ അടയ്ക്കാറില്ല. ടാക്സും ഞങ്ങൾ അടയ്ക്കാറില്ല. ഇപ്പം ഞാൻ ടാക്സ് അടച്ചു തുടങ്ങി. അന്ന് ഞാൻ ടാക്സ് അടയ്ക്കാത്ത പൗരയാണ്. എല്ലാം കൈക്കോട്ടിൻ്റെ സ്വഭാവമാണ് ഞങ്ങൾക്ക്. ഞങ്ങളെല്ലാം ഇങ്ങോട്ട് സ്വീകരിക്കുകയുള്ളൂ, അങ്ങോട്ടൊന്നും കാര്യമായിട്ട് കൊടുക്കില്ല. അപ്പോൾ ഇതൊക്കെ മുന്നോട്ട് സ്വീകരിക്കുമ്പോൾ എന്നോടൊരു ഇൻ്റർവ്യൂ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ, ക്ലോക്ക് നോക്കാതെയുള്ള ജീവിതം. മഠത്തിൽ ക്ലോക്ക് തന്നെ നോക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബെല്ലടിക്കലൊന്നുമല്ല, ആ സമയത്ത് വന്നു, അരമണിക്കൂറിന് പിന്നെ ഭക്ഷണമില്ല. അതുപോലെയുള്ള ഒരു ക്ലോക്ക് നിയന്ത്രിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് ഇന്നെനിക്ക് ക്ലോക്ക് നോക്കണ്ട. ഞാൻ എൻ്റെ ഫ്ലാറ്റ് അടിച്ചു വാരി തുടയ്ക്കുക രാത്രി 12 മണിക്ക്. എനിക്ക് ഉറക്കം വരില്ല. തൈറോയിഡ് ഉണ്ടല്ലോ, ഹൈപ്പോ തൈറോയിഡ് ഉള്ള കാരണം രാത്രി ഉറക്കം കുറവാണ്. അപ്പം ഞാൻ വിചാരിക്കുക, ഇപ്പം അടിച്ചു തുടയ്ക്കാമല്ലോ, ആരും എന്നെ തടയാൻ വരുന്നില്ല, ഫ്ലാറ്റല്ലേ. അപ്പം അടിച്ചു തുടയ്ക്കലൊക്കെ. അപ്പം എപ്പോൾ ഏത് ജോലി ചെയ്യണമെന്ന് എനിക്ക് നോക്കണ്ട, ക്ലോക്കൊന്നും നോക്കണ്ട. അങ്ങനെ സുഖമായ ക്ലോക്ക് നോക്കാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ പാരമ്യത്തിലുള്ള ജീവിതം. അപ്പോൾ ഞാൻ പറയാണ്, അതിൻ്റെയൊക്കെ പോസിറ്റീവ് വശങ്ങൾ എടുത്താൽ ശരിക്കും ഭാഗ്യവതിയാണ് ചിമ്മിക്കുട്ടിയും അവരെ പോലെയുള്ള എല്ലാവരും. ഞാൻ ഈ പ്രതിരോധത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ആ അമ്മേനെ എഴുതി ആ കാലഘട്ടം കുറച്ച് പ്രതിരോധങ്ങൾ. 16 കൊല്ലം കഴിഞ്ഞു ഞാൻ മഠത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്. ഇപ്പോഴും ഞാൻ പ്രതിരോധത്തിൻ്റെ ഫൈറ്റിങ്ങിൽ തന്നെയാണ്. ഈ അടുത്തുണ്ടായൊരു സംഭവം പറയാം. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഇപ്പോഴാണ് ആർച്ച് ബിഷപ്പായത്. എനിക്കത് പറഞ്ഞേ പറ്റൂ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം അതിന് മുൻപ് ഞങ്ങളുടെ കപ്ലോനായിരുന്നു. പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ വരുന്ന അച്ഛൻ, എൻ്റെ അതേ പ്രായം. അപ്പോൾ ആളെപ്പോഴും സങ്കടം പറയും, എനിക്ക് താടി നരച്ചു, തല പെട്ടയായി, എല്ലാവരും വിചാരം ഞാൻ വയസ്സായ അച്ഛനാണെന്നാണ്. അപ്പോൾ എനിക്ക് കിളിന്ത് കുമ്പസാരങ്ങൾ കിട്ടുന്നില്ല. എൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും പെൺകുട്ടികൾ വന്നിട്ട് പ്രണയ കുമ്പസാരങ്ങൾ, കിളിന്ത് കുമ്പസാരങ്ങളൊക്കെ പറയാറുണ്ട്. എനിക്ക് മാത്രം അത് കിട്ടുന്നില്ല എന്ന് കപ്ലോനച്ഛനായിരിക്കുമ്പോൾ തമാശയ്ക്ക് പറയുന്നതാണ്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, തട്ടിലച്ഛാ, ഞാനൊരു കാര്യം ചെയ്യാം, എല്ലാവരും മുൻപിൽ വെച്ച് എടാ ഇങ്ങോട്ട് വന്നേ എന്ന് വിളിക്കാം. നീ എന്താ അച്ഛനെ ഡാന്ന് വിളിച്ച്, ഞങ്ങൾ ഒരേ പ്രായമാണെന്നേ എന്ന് പറയാം. അപ്പോൾ എനിക്ക് പ്രായം കുറവാണെന്നാണ് അന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെയും പ്രായം എൻ്റെ പ്രായമാണെന്ന് അവർ മനസ്സിലാക്കിക്കോളുമല്ലോ. എന്നേക്കാൾ 6 മാസം മൂത്തതാണ് കേട്ടോ അച്ഛൻ. എനിക്ക് ഇന്ന് 67 വയസ്സ്. അപ്പോൾ അച്ഛൻ 67 വയസ്സും 6 മാസം കൂടി കൂടുതലുണ്ട്. അപ്പോൾ ഈ അച്ഛൻ പുറത്തിറങ്ങിയതിന് ശേഷം ബിഷപ്പാകുന്നതിന് മുമ്പ് വൈദികനായിരിക്കുമ്പോൾ ആരോ ചോദിച്ചു എൻ്റെ ഭ്രാന്തിനെ കുറിച്ച്. പള്ളിക്കാരെനിക്ക് ഭ്രാന്താണെന്നാണല്ലോ പറയണത്. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കും മുടിയൊക്കെ ഇങ്ങനെ പറത്തിയിട്ട്, എൻ്റെ മുടിയൊക്കെ ഇപ്പോഴും പറന്നിട്ട് തന്നെയാണ്, മുടിയൊക്കെ പറത്തിയിട്ടിട്ട് ഇങ്ങനെ വഴിക്കൂടെ നടക്കുന്ന ഭ്രാന്തി. അങ്ങനെയല്ല, പലതരം ഭ്രാന്തുകളുണ്ട്. സിസ്റ്റർ ജസ്മിയുടെ ഒരു പ്രത്യേക തരം ഭ്രാന്താണ്. അതെന്ത് ഭ്രാന്താണാവോ? അപ്പോൾ എന്നോട് ജേർണലിസ്റ്റ് വന്നിട്ട് ചോദിച്ചു, അതിന് സിസ്റ്ററിന് എന്താ ഉത്തരം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനൊരു വൈദികനാണല്ലോ ഇപ്പോൾ. അച്ഛനൊരു വൈദ്യനായിരുന്നാൽ കൂടുതൽ സേവനം സമൂഹത്തിന് ചെയ്യാം. വ്യത്യസ്തമായ ഭ്രാന്തുകൾ തിരിച്ചറിഞ്ഞ് അതിനെ കുറച്ച് ചികിത്സയൊക്കെ ചെയ്യാൻ പറ്റിയാൽ, കാരണം എൻ്റെ ഒരു പ്രത്യേക തരം ഭ്രാന്താണെന്നല്ല അച്ഛൻ അപ്പോൾ എനിക്കതൊരു ചെറിയ വിഷമം കെടുക്കുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങളൊക്കെ വലിയ സുഹൃത്തുക്കൾ പോലെ കുർബാന ചൊല്ലിക്കഴിഞ്ഞാൽ വന്നാൽ വളരെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അച്ഛൻ, ഞാൻ പുറത്തിറങ്ങിയിട്ട് അച്ഛൻ എനിക്കൊരു പ്രത്യേക തരം ഭ്രാന്തൊക്കെ അർപ്പിച്ച് തന്നപ്പോഴുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഉത്തരവാണ് പറഞ്ഞത്, അച്ഛൻ നല്ലൊരു വൈദ്യനായാൽ വളരെ നന്നായിരിക്കും സമൂഹത്തിന്, വൈദികനേക്കാൾ കൂടുതൽ സേവനം ചെയ്യാൻ പറ്റും എന്നൊരു വരി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ബിഷപ്പായത്. പിന്നെ എന്നോട് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ അച്ഛൻ്റെ ഒരു വീക്ക്നെസ് ഞാൻ പറഞ്ഞു. അത് ഞാനിപ്പോൾ ഇവിടെ വിവരിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി ബാംഗ്ലൂർ ഇവൻറ്റിലെ അച്ഛനാണ് ഈ അച്ഛൻ എന്നുള്ള തെറ്റിദ്ധാരണയിൽ. ഇപ്പം എറണാകുളത്തും ഒരു സുനിൽ മാത്യു എന്ന് പറഞ്ഞ I2I ചെയ്യുന്ന അവനാണത് ആദ്യം തുടങ്ങിയത്. അത് പലരും എന്നോട് പറഞ്ഞു അവനാണ് കൊളാക്കിയെന്ന്. ഞാൻ പറഞ്ഞു, അത് ആ അച്ഛനല്ല, അത് വേറെ അച്ഛനാണ്. അവൻ വാദിക്കുകയാണ് അത് ഈ അച്ഛനാണ്. ഇപ്പം മേജർ ആർച്ച് ബിഷപ്പും കൂടി ആക്കിയപ്പോൾ ഇപ്പോൾ ഒരു പടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. എൻ്റെ മുഖം, എന്നിട്ട് ആമേൻ എന്ന് പറഞ്ഞ് ഒരു ആമ മുകളിൽ, ഞാനതിലൊരു ആമത്തല എന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചവർക്കറിയാം. ഒരു ആമയുടെ പടം മുകളിൽ വെച്ചിട്ട് സഭയുടെ തലപ്പത്ത് ഇപ്പോൾ സിസ്റ്റർ ജസ്മിയുടെ ആമേൻ ആമ പടം ഉണ്ടാക്കി അയച്ചിരിക്കുക. എനിക്ക് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും ഇത് അച്ഛനല്ല.
പിന്നെ ഞാൻ ഒരു ജേർണലിസ്റ്റ് വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർക്ക് ഫേസ്ബുക്ക് ലൈവ് വരാൻ അറിയോ? എനിക്കറിയില്ല, ഞാൻ പഠിപ്പിച്ചുതരാം. അവൻ അത് കാണിച്ചു തന്നു. ഞാൻ ലൈവ് വന്നിട്ട് ആദ്യമായിട്ട് ലൈവിൽ വന്നതാണ് ഫേസ്ബുക്കിൽ. ഞാൻ പറഞ്ഞു, ബാംഗ്ലൂരിലെ അച്ഛനല്ല ഈ അച്ഛൻ. അപ്പോൾ ഞാൻ ഇവിടെയും അത് പറയുന്നത്, കുറേ പേർക്ക് തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ട്. പാവം മേജർ ആർച്ച് ബിഷപ്പ് ആക്കിയത് നല്ല സ്പിരിച്വാലിറ്റി ഉള്ള അച്ഛനാണ്, വീക്ക്നെസ്സൊക്കെ ഉണ്ടാവും, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛൻ നല്ല പ്രസംഗങ്ങൾ പറയും. ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പാണ് എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ കർദിനാളായാൽ അച്ഛനാണ് ഈസ്റ്റേൺ മാർപ്പാപ്പ. നിങ്ങൾക്ക് ആ സ്ഥാനത്തിൻ്റെ മഹത്വം ഒന്ന് മനസ്സിലാവണം. അതായത് വെറുതെ കർദിനാൾ എന്നല്ല അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ പവർ ഈസ്റ്റേൺ മാർപ്പാപ്പയാണ്. ആരൊക്കെ കർദിനാളാവണോ അവർ കാരണം എൻ്റെ ഡിസ്പെൻസേഷൻ അനുവദിച്ച് തന്ന ലെറ്ററിൽ ഒപ്പിട്ടിരിക്കുന്നത് അന്നത്തെ കർദിനാൾ പോലുമല്ല, 4 വെച്ചിട്ട് കർദിനാളുടെ പദവിയിൽ 4 വെച്ച് കർദിനാളുടെ പേര് വെച്ചിട്ട് ഒപ്പിട്ട് തന്നതാണ്. അല്ലെങ്കിൽ റോമിലേക്ക് പോയിട്ട് 1 2 കൊല്ലം കഴിഞ്ഞാലാണ് നമുക്ക് ഡിസ്പെൻസേഷൻ ലെറ്റർ സ്വീകരിക്കപ്പെട്ട് കിട്ടുള്ളൂ. എനിക്ക് കിട്ടിയത് ഈ കർദിനാളുടെ ഒപ്പിലോടുകൂടിയാണ്. അന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി നിങ്ങളോട് പറയാനോ ആഗ്രഹിക്കുന്നു. ആ പദവി എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ മാർപ്പാപ്പയുടെ പദവിയാണ്. അതാണ് ഈ തല്ലുപിടുത്തം. കുറേ പേരൊക്കെ അത് കിട്ടാൻ വേണ്ടിയുള്ള തല്ലുപിടുത്തം. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞു വരുന്നത്, അതൊരു പ്രതിരോധമായിരുന്നു. FBയിൽ ആദ്യമായി ഞാൻ ലൈവ് വന്നത് ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റാനുള്ള പ്രതിരോധത്തിന്. ഇപ്പം അത് എഴുത്ത് മാത്രമല്ല, ഇതൊക്കെ എഴുത്തിൻ്റെ വകഭേദങ്ങളായി മാറി. ഇനി ഗൂസ്ബെറി പബ്ലിക്കേഷൻസ് ഇപ്പോൾ ആദിവാസികളുടെ പുസ്തകങ്ങൾ ഒന്നൊഴികെ ഒന്ന്, രജനി പാലാപ്പറമ്പിൽ, പിന്നെ അലീന, ഇവരൊക്കെ ഇപ്പോൾ എഴുതാൻ തുടങ്ങി, പുസ്തകമായി വന്നു തുടങ്ങി. അത്ര വലിയ പ്രതിഭയുള്ള എഴുത്തുകാരാണെന്നല്ല അവർ പറയുന്നത്. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ എഴുത്തുകാരെഴുതിയിട്ട് അവാർഡ് മേടിക്കണം, കയ്യടിയും മേടിക്കണം. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെ അവർ കഥയായിട്ട് എഴുതണേ, അല്ലെങ്കിൽ കവിതയായിട്ട് എഴുതണേ, എന്നിട്ട് അവർക്ക് അവാർഡ്. എന്താ ഞങ്ങൾക്ക് തന്നെ എഴുതിയാലേ? വളരെ പ്രതിഷേധത്തിലും പ്രതിരോധത്തിലുമായി തീർന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർഗം. നിങ്ങൾ അലീനയ്ക്ക് ഇപ്പോൾ ഒരു അവാർഡ് കൊടുത്തു, സാഹിത്യ അക്കാദമിയുടെ അവാർഡ് അല്ലെങ്കിലും അവിടെ സ്റ്റേജിൽ കൊടുക്കുന്ന അവാർഡുകളുടെ കൂട്ടത്തിൽ കൊടുത്തു. അവളുടെ കവിതകൾ വായിച്ചാൽ നമ്മൾ തലകറങ്ങി വീഴും. അപ്പൻ കുടിച്ചു വന്നു, അപ്പനെ കഷ്ണമാക്കി അവർ അന്നത്തെ കറി വെച്ചു എന്ന്. അത്തരം പ്രതിഷേധങ്ങൾ, ആ മനസ്സ് ചിരിച്ച് നടക്കുന്ന നല്ലൊരു പെൺകുട്ടി. പക്ഷെ അവളുടെ കവിതകളുണ്ടല്ലോ, മൂർച്ചയേറിയ വാളുകൾ പോലെയുള്ള കവിതകളാണ്. അവരുടെ പ്രതിഷേധം നമ്മളതിലൂടെ വായിച്ച് മനസ്സിലാക്കണം. ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്, ആദിവാസി തലമുറ, ബോധമുദിച്ചവർ. അവരെണ്ണി ചോദിക്കും നമ്മളവരോട് ചെയ്ത പ്രശ്നങ്ങൾ. ഇനി ഇപ്പോൾ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ ബുക്ക് എഴുതി. ആളല്ല എഴുതിയത്, ഒരു വേറെ എഴുത്തുകാരനെ കൊണ്ട് എഴുതിച്ച കാരണം അതിൻ്റെ ഹൃദ്യത കുറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്റർക്ക് എഴുതായിരുന്നില്ലേ സിസ്റ്ററെ? അവനവൻ എഴുതുമ്പോൾ അയാളുടെ ഒരു പ്രതിഭ കാണിക്കാൻ, എഴുത്തിൻ്റെ പ്രതിഭ കാണിക്കാനൊക്കെ കുറച്ച് വളഞ്ഞുകൂട്ടി ചെയ്യുന്നുണ്ട്. ഞാനിനി പ്രതിരോധം എഴുത്തുപോലെ തന്നെ ഞങ്ങൾ നെററ്റോളജിയിൽ അല്ലെങ്കിൽ സ്ട്രക്ചറലിസം ഡീകൺസ്ട്രക്ഷനിലൂടെ ഒക്കെ പറയും, ഈ നെരേഷൻ പലതരത്തിൽ ചെയ്യാം. എഴുത്തിലൂടെ ചെയ്യുന്നത് പോലെ വസ്ത്രത്തിലൂടെ ചെയ്യാം. ഞാൻ എൻ്റെ ഷോൾ ഉപേക്ഷിച്ചു, സാരി ഉപേക്ഷിച്ചു. അത് എൻ്റെ ഒരു പ്രതിഷേധമാണ്, അല്ലെങ്കിൽ പ്രതിരോധമാണ്. എന്താ ഷോൾ ഇടാത്തതെന്ന് ചോദിച്ചാൽ അതെൻ്റെ ഒരു പ്രതിരോധമാണ്. എഴുത്തുപോലെ തന്നെ നെരേറ്റ് ചെയ്യാണ് ഞാൻ എന്നെ തന്നെ ഷോൾ ഇടാതെ കാണിച്ചിട്ട്. ഞാൻ ഈ സാരി ഉടുക്കുമ്പോൾ ഇവിടെ ചുളിച്ച് കയറ്റി 1 ലെയർ ഇട്ടാൽ വളരെ ഇത് നേർന്ന സാരിയൊക്കെ നല്ല ക്ലീനായിട്ട് കാണും ശരീരം. പിന്നെ ഞാൻ ഇവിടെ ചുളിച്ച് വെക്കും. ഞാൻ അത് വെച്ച് എൻ്റെ ട്രെയിനും പോയി, എൻ്റെ ബസ്സും പോയി. കാരണം ഇത് അരമണിക്കൂർ ചുളിച്ച് വെച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അതിൻ്റെ ഷേപ്പാ മാറി. അത് അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് നീങ്ങി, വീണ്ടും വന്നിത് പിന്നെ ഊരി ഇത് കുത്തി, അപ്പോൾ ട്രെയിൻ പോയി, പിന്നെ ബസ്സും പോയി. ഇങ്ങനെ ഗുരുവായൂരൊക്കെ വെച്ച് കഷ്ടപ്പെട്ടു. അത് തന്നെ ചുരിദാറിൻ്റെ ഷോള് ആക്കിയപ്പോഴും. എന്നിട്ടൊരു കാറ്റ് വന്നത് പറക്കുമ്പോഴേക്കും എല്ലാവരുടെ കണ്ണും ഈ നെഞ്ചത്തൊക്കെയാണ്. ഞാൻ നോക്കുമ്പോൾ ഷോള് നീങ്ങിപ്പോയിട്ടുണ്ട്. എനിക്ക് മതിയായി. ഞാൻ എന്നിട്ട് ഷോളും സാരി മാറ്റി ഷോളും വേണ്ടാന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ പറയുന്നത്, ഈ തള്ളയുടെ നെഞ്ച് കണ്ടിട്ട് ഇവരുടെ ഈ ദാഹം ഒന്ന് തീരട്ടെ, അങ്ങനെയെങ്കിലും ഈ പുരുഷന്മാരുടെ ഈ തുറിച്ചു നോട്ടം ഒന്ന് കുറയട്ടെ. ഞാനിങ്ങനെ നടക്കാൻ തീരുമാനിച്ചു.
അങ്ങനെയാണ് ഞാൻ ഈ വസ്ത്രധാരണമായി മാറിയത്. മുടി വെട്ടിയതും ഇപ്പം നിങ്ങൾ ഇവിടെ കണ്ട ഫോട്ടോ സാരി ഉടുത്ത് നിറയനെങ്ങനെ മുടി, ഇപ്പം ഈ മുടി വെട്ടിയതും ഞാൻ ബാംഗ്ലൂർ എൻ്റെ ചേച്ചിയുടെ പ്രായമുള്ള ജയലക്ഷ്മി ചേച്ചി കൊണ്ടുപോയിട്ട് എന്നെ കൊണ്ടുപോയി മുടി വെട്ടിച്ചിട്ട്, സിസ്റ്ററെ ഒരു വ്യത്യാസം വരട്ടെ, പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി സാരി ഉടുത്ത് ചെന്നപ്പോൾ എന്നെ പുറത്ത് നിർത്തിയിട്ട് മണിക്കൂറുകൾ, അത് കഴിഞ്ഞപ്പോൾ ചുരിദാർ ഇട്ട് പോയി നോക്കി, അപ്പോഴും പുറത്ത് നിർത്തി. പാൻറ്റും ഷർട്ടും ഇട്ട് പിന്നീട് ചെന്നപ്പോൾ എന്നെ വിളിച്ച് മുകളിൽ റൂമിൽ കയറ്റി. അവർക്ക് മുകളിൽ റൂമുണ്ടെന്നും അവിടെ ബാത്റൂം ഉണ്ടെന്നും അവിടെ ലേഡീസിന് ഒരു റൂമുണ്ട് അതിൻ്റെ ബാത്റൂം ഉണ്ടെന്നൊക്കെ ഞാൻ ഈ പാൻറ്റും ഷർട്ടും ഇട്ട് ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതാണ് വസ്ത്രം കൊണ്ട് നമ്മൾ കുറേ നെറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ പാൻറ്റും ഷർട്ടും ഇപ്പോൾ ഇടാറില്ല, അത് അനിയത്തിയുടെ മോളുടെ മോൾക്ക് കൊടുത്തു. അപ്പോൾ മാർച്ച് 8 പ്രസംഗിക്കാൻ വിളിച്ചപ്പോഴും ഞാൻ പാൻറ്റും ഷർട്ടും ഇട്ട് പോയി. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ പറയും എന്താ സ്ത്രീയുടെ ദിവസം പുരുഷ വേഷമിട്ട് വന്നു എന്ന്. ആരാ പറഞ്ഞ പാൻറ്റും ഷർട്ടും പുരുഷ വേഷമാണെന്ന്? ഈ വേഷങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ട്, ശരീരം മറയ്ക്കാനുള്ളതാണല്ലോ, ഡിസൈൻ ചെയ്തിട്ട് അതിലെ സുഖമുള്ളതൊക്കെ പുരുഷന്മാരെടുത്തു, ബുദ്ധിമുട്ടുള്ളതൊക്കെ സ്ത്രീകൾക്ക് കൊടുത്തു. ആദ്യം നമ്മൾ കുട്ടിയുടുപ്പിടാം, അന്ന് കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ പാവാട ചുറ്റണം, ഈ പാവാട പൊക്കി പിടിച്ചിട്ട് വേണം ഓടാൻ. അത് കഴിഞ്ഞ് സാരിയിൽ വരിഞ്ഞ് മുറുക്കണം. പുരുഷന്മാർക്ക് പാൻറ്റും ഷർട്ടും ഇടാം, 2 കാലും വിടർന്ന് കിട്ടുകയാണ്. ഈ സ്ത്രീയുടെ ഏറ്റവും വലിയ വിഷമം 2 കാല് വിടർത്താൻ പറ്റുന്നില്ല. ഞാൻ ഗുരുവായൂർ ട്രെയിൻ കയറാനായിട്ട് ഈ സാരി ഉടുത്ത് ടോക്കിനൊക്കെ പോകുമ്പോൾ സാരി ഉടുത്ത് കഷ്ടപ്പെട്ട് പോകാറുണ്ട്. അപ്പം ഞാൻ ട്രെയിനിൽ നിൽക്കുമ്പോൾ മുകേഷ് ലാൽ TCVയിലെ അവനും നിൽക്കുന്നുണ്ട്, ഞാനും നിൽക്കുന്നുണ്ട്. ഞാൻ ട്രെയിനാ വരുമ്പോൾ സാരിയെ പൊക്കിയിട്ട് മുട്ടോളാക്കും. അപ്പോൾ അവൻ ചോദിക്കും, പിന്നെ എന്തിനാ ഈ സാരി ഉടുക്കണേ? ഞാൻ പറഞ്ഞു, നീ പോടാ, എനിക്ക് 2 കൈയും പിടിച്ച് ഒരെണ്ണിങ്ങനെ പൊടിച്ച് കൈയും പിടിച്ച് വേണം കയറാനായിട്ട്. ഞാനേ ട്രെയിനിൽ നിന്ന് വീഴാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും. കുറേ കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും, എന്തിനിപ്പോൾ ഇത്? വീട്ടിൽ ഞാൻ ഈ ബർമുട പോലെയാണ് ഇടുക. എൻ്റെ കാലുമ്മ മുഴുവനും ഇങ്ങനെ സ്കിന്ന് ഡ്രൈ ആയിട്ട്, എൻ്റെ കാലിൻ്റെ ഭംഗി കാണിക്കാനല്ല ഞാനത് ഇടുന്നത്, കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. ഭംഗിയില്ല, കാണുന്നവർ എൻ്റെ മുഖം കാണുന്ന പോലെയല്ല എൻ്റെ കാലൊക്കെ കാണുമ്പോൾ. അവിടെ പൊട്ടിപ്പഴുക്കാറൊക്കെ ഇല്ല, ഇപ്പം ആ പഴുപ്പൊക്കെ നിന്നു. അപ്പോൾ ഇതൊക്കെ ഒരു സ്വാതന്ത്ര്യമാണ്, ഇതൊരു പ്രതിരോധമാണ്, ഇതൊരു നെരേഷനാണ്. അപ്പം ഞാൻ പറഞ്ഞത്, കാല് വിടർത്താൻ അനുവദിച്ചത് അത് വലിയൊരു സ്വാതന്ത്ര്യമാണ്. അപ്പോൾ കുറേ പുരുഷന്മാർ അതിന് അനുവാദം തന്നിട്ടുണ്ട്. ഇപ്പോൾ ടീച്ചർമാർക്കും ചുരിദാർ ഇടാം, പണ്ടിടാൻ പാടില്ല. അപ്പോൾ ടീച്ചർമാർക്കും ചുരിദാർ ഇടാം. പിന്നെ ഇപ്പോൾ പുരുഷന്മാരും അനുവദിച്ചു. ഞങ്ങളുടെ മഠത്തിലെ ആസ്പിരൻസിന് യൂണിഫോം ഉണ്ടാക്കിയപ്പോൾ ചുരിദാർ അനുവാദമായി. അത് ഞങ്ങളുടെ കാലത്തില്ല കേട്ടോ. ഞങ്ങൾ സാരി ചുറ്റിയിട്ട് വേണം ചാല് ഉരച്ച്, താഴെയുള്ള ചാല് ഉരച്ച് കഴുകുന്നതൊക്കെ സാരി ഉടുത്തിട്ട് തന്നെയായിരുന്നു. അവർക്ക് കുറച്ചും കൂടി ഒരു അനുവാദമായി. ഇനി ഭക്ഷണത്തിലും ഇതുപോലെ നമ്മുടെ നരേഷനുണ്ട്, പ്രതിരോധം. ഞാൻ നൊയമ്പെടുക്കാറില്ല. ഇപ്പോൾ 9 നൊയമ്പ് തുടങ്ങി. ഞാൻ എന്നും ചിക്കനും ബീഫും കഴിച്ചിട്ട്, ബീഫ് ഒരിക്കലും മേടിച്ചിട്ടുമില്ല. അതല്ല, എനിക്കെൻ്റെ ഒരു ഫ്രീഡമുണ്ട്. അപ്പോൾ ഞാനൊരു പ്രാവശ്യം സീമാർട്ടിൽ പോയിട്ട് ഒരു ചിക്കൻ തരുമോയെന്ന് ചോദിച്ചു. പീസാക്കി അവർ തരും. അപ്പോൾ അവിടുത്തെ ഒരു പെണ്ണ് ചോദിക്കുക, സിസ്റ്ററെ നൊയമ്പ് തുടങ്ങുമ്പോഴാണോ ചിക്കൻ വാങ്ങണേ? അവളല്ല എൻ്റെ ഗുരുത്തിയമ്മ. ഞാൻ പറഞ്ഞു, മോളെ നൊയമ്പ് എന്ന് പറഞ്ഞാൽ എത്ര ദിവസം എടുക്കും? 50 ദിവസം വലിയ നോമ്പ്, 25 ദിവസം. അപ്പം 365 ദിവസത്തിൽ 75 ദിവസം ഇറച്ചി കഴിക്കില്ല. 75 ദിവസം. ഞാൻ വർഷത്തിൽ ആകെ ഒരു 10-15 ദിവസമാണ് ഈ ഇറച്ചി കഴിക്കുക. അപ്പോൾ ശരിക്കും നൊയമ്പെടുക്കുന്നത് ആരാ? ഞാനല്ലേ. നിങ്ങളെക്കാൾ കൂടുതൽ നൊയമ്പെടുക്കുന്നത്. ഇതൊക്കെ ഒരു പ്രതിരോധമാണ്. ഈ പള്ളിക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അന്ന് പറഞ്ഞിട്ടത്, നിങ്ങൾ നൊയമ്പിലും ഭക്ഷണത്തിലും ഒന്നുമല്ല നിങ്ങൾ ഈ ത്യാഗം കാണിക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിനെ മുറിക്കൂ. നിങ്ങളുടെ ഒരുപാട് അങ്ങനത്തെ ആവശ്യമില്ലാത്ത അഡിക്ഷൻസ് അത് മാറ്റൂ എന്നൊക്കെ മാർപ്പാപ്പയും പറഞ്ഞു. മാർപ്പാപ്പ നൊയമ്പെടുത്ത് കളഞ്ഞു എന്ന് ഇന്നും കേരളത്തിലുള്ള ഒരു ക്രിസ്ത്യാനിക്കും അറിയില്ല. എൻ്റെ അറിവിൽ പോളാറാമൻ്റെ കാലത്താണ് നിങ്ങൾ ഇറച്ചി മീൻ നൊയമ്പുകൾ എടുക്കേണ്ട, 50 നൊയമ്പും 25 നൊയമ്പും വേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പൻ വന്നിട്ട് പറഞ്ഞു, എടി അപ്പനല്ലെങ്കിലും നൊയമ്പ് എടുക്കാറില്ല, നൊയമ്പ് കളഞ്ഞു, എല്ലാവരും ഇറച്ചി മീനും കഴിച്ചോ. നമ്മുടെ വീടുകളിലൊന്നും കഴിക്കില്ല, 50 ദിവസം നൊയമ്പ് തന്നെയാണ്. ഇപ്പോൾ നൊയമ്പാണ്. ഇപ്പോൾ ഇറച്ചിക്കറി ബാക്കി വന്നാൽ അത് പോർക്കിനിട്ട് കൊടുക്കുകയോ പുറത്തേക്ക് എറിഞ്ഞ് കളയുകയോ ചെയ്യും, കഴിക്കില്ല, നരകത്തിൽ പോകുന്നുള്ള പേടിയിൽ. മാർപ്പാപ്പ എടുത്തു കളഞ്ഞിട്ട്, മാർപ്പാപ്പ എന്തുകൊണ്ടാണ് എടുത്തു കളഞ്ഞേ? മാർപ്പാപ്പ പറഞ്ഞു, തണുപ്പ് രാജ്യങ്ങളിൽ ഈ ഇറച്ചും മീനും കഴിച്ചാലാണ് പ്രതിരോധ ശക്തി ശരീരത്തിനുണ്ടാവുള്ളൂ ചൂടിന്. അതുകൊണ്ട് നിങ്ങൾ ഈ നൊയമ്പ് വേണ്ട, നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മതിയെന്ന്.
പക്ഷേ ഈ കേരളത്തിലുള്ള ഏതെങ്കിലും ക്രിസ്ത്യാനിക്ക് അത് അറിയോ? അറിയില്ല, അത് പറഞ്ഞു കൊടുക്കൂല. ഇനി ഞാൻ ഈ സംവരണത്തിൻ്റെ കാര്യത്തിൻ്റെ ഇടയിൽ കൂടെ ഓർത്ത ഒരു വാക്ക് പറയാൻ, ഈ 33% 50% സ്ത്രീകൾക്ക് സംവരണം അത് വേണോ സിസ്റ്ററെ? എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, കുറച്ച് നാളത്തേക്ക് കൊടുക്കണം. ആദ്യം ഒന്ന് കൊടുക്കുക. കാരണം വാതിൽ അടഞ്ഞു കിടക്കുകയാണ്, അവർക്ക് കടക്കാൻ പറ്റുന്നില്ല, നിറച്ച് പുരുഷന്മാരാണ്. അപ്പോൾ ഒന്ന് വാതിൽ തുറന്നൊരു 33% കൂടെ അകത്ത് കയറട്ടെ. അത് കയറിക്കഴിഞ്ഞ് പിന്നെ നിങ്ങളത് മാറ്റിക്കോ, പിന്നെ അവർ തന്നെ കയറിക്കോളും. മിടുക്കരാണ് സ്ത്രീകൾ, പുരുഷന്മാരെക്കാൾ മിടുക്കരാണ്. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ വിവരിക്കുന്നില്ല. ഈ വെർജീനിയ വുൾഫ് പറഞ്ഞത് കിൽ ദി ഏഞ്ചൽ ഇൻ യു, അതിൻ്റെ ഒരു അടുത്ത വരി, ഓർ എൽസ് ദ ഏഞ്ചൽ വിൽ കിൽ യു. നമ്മൾ